ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗാസ് വൈബ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് മീ വൈഗ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് എ മോർണിംഗ് വ്ളോഗാണ്. കാരണം ഇത് എങ്ങനെ പറയണം, ഏത് രീതി പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഇന്ന് കേസ് ഞാൻ ധൈര്യമായിട്ട് കേസ് കൊച്ച് അവളുടെ കുറച്ച് കുറുമ്പുകളൊക്കെയാണ് കേസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ അവൾ കാണിച്ച കുറച്ച് കുറുമ്പുകളും ഒക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് കേസ്. അപ്പം ഒരു മോർണിംഗ് വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഇത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. കേസ് അത്യാവശ്യം കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് വീഡിയോ എടുക്കുന്നുമുണ്ട്, ഒരുപാട് ബഹളവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഇവളുടെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുക വെച്ചാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അവളുടെ അടുത്ത കുടുംബമാണ് ഗൈസ്. അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനാണ് എന്നോട് പറയുന്നത്. ആ ഒരു കുട്ടി സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. പിന്നെ അവളുടെ കുറച്ച് ഡാൻസും പോസും ഒക്കെയാണ് ഗൈസ് കണ്ടുകൊടുക്കുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് ഓരോ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതേപ്പെടാം. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പിരികൊക്കെ എഴുതി കൊടുത്തിട്ടോ. ഞാനാണ് ഗൈസ് പിരികൊക്കെ എഴുതി കൊടുത്തത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഓരോ ഒക്കെ കാണിക്കുന്നുണ്ട്, കുറേതരമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ കളിച്ചോടൊക്കെ ഇരുന്നു, ഞാനും അവളും കൂടി കേട്ടോ. അവൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പയാണ്. ഇന്ന് കുറച്ച് കുറുമ്പ് കൂടുതലായി. വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പം നമ്മളിങ്ങനെ കളിച്ചൊക്കെ കുത്തിയിരുന്നു. ഇതിൻ്റെ ശേഷം ഞാൻ പുറത്ത് പോയപ്പം അവിടെയുള്ളതാണ് കേസ് കുറച്ചിങ്ങനെ ചെടിയും ഇതൊക്കെ അമ്മമ്മേൻ്റെ അവിടെയുള്ള കുറച്ച് പുറത്ത് ചെറിയൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അമ്മ നട്ടുവെച്ച കുറച്ച് ചെടികളും അവിടെയൊക്കെ കാരണം അത്യാവശ്യം ചെടിയുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ അടുത്ത കുറുമ്പാണ് ഈ കിടക്കുന്നത് കാണാൻ പോകുന്നത്. അതായത് ഞാൻ കേക്ക് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്ക് ഫുള്ളും കേസ് അവിടെ തോച്ചിട്ട് ഞാൻ അടിച്ച് വരിപ്പോയി. അവിടെ വീണ്ടും വന്ന് അവിടെ തോച്ചിട്ട് നോക്കി ചിരിക്കുന്നൊക്കെ അവിടെ വീണ്ടും വന്ന് തോച്ചിടുകയാണ്. ചിരിച്ച് കളിക്കുന്ന കേട്ടെ ഫുള്ളും അലമ്പാണ് കേസ്. എന്തൊക്കെയോ അവിടെ നിന്നിട്ട് ഒക്കെ ഇങ്ങനെ കുറുമ്പാട്ടി കൊടുക്കുകയാണ്. ചില ചിരിയൊക്കെ ഉണ്ടോ, ഒക്കെ ഇങ്ങനെ ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ കൊണ്ട് പണി എടുപ്പിക്കുക. വേറൊന്നുമില്ല. അങ്ങനെ ഞാൻ വീണ്ടും അടിച്ച് വരാൻ വേണ്ടി ചൂലെടുത്ത് വന്നപ്പോൾ അടുത്ത കുറുമ്പാണ് കേസ് ഈ കാണുന്നത്. അവളെ അടിച്ച് വരി കൊള്ളാൻ വേണ്ടിയിട്ട് അവള് ചൂലുമായിട്ട് കളിക്കുന്നത്. അവളിപ്പോൾ കാണാൻ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ വരുന്നുണ്ട്. വാങ്ങിച്ചത് ആകെ കച്ചറി ആവുന്നുണ്ട്. വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവള്. അങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ അടിച്ചു തരാനില്ല, അത്യാവശ്യം അറിയാം. ഒത്തിരി അടിച്ചു തരണമെങ്കിലും ഒക്കെ രണ്ട് സൈഡിലേക്കാണ് പൊടി പോകുന്ന. ആൾ ക്രിക്കറ്റ് കളിക്കുന്ന അടിച്ചു വരുന്നു കേട്ടോ. പിന്നെ ചെറുകുട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമിക്കാം. എന്നാലും അവൾ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഓരോന്ന് കളിക്കുമ്പോൾ ഒരു കളച്ചിരില്ല, ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കളച്ചിരി അത് കാണാൻ നല്ല രസമാണ്. നമ്മൾ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. കളിക്കുന്ന കേട്ടെ. ഇപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് അവളെ പേടിപ്പിച്ചാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവസാനം എന്തോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലമ്മ മുകളിലായിരുന്നു എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോറുണ്ടാൻ പോയിട്ടോ. അപ്പം ചോറുണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ എന്തൊക്കെയാണ് ഉള്ളത് കാണിച്ചില്ല. അപ്പം അതേ ചോറുണ്ടുമ്പോഴാണ് അടുത്തത്. അപ്പം ചോറുണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു, അയിലേൻ്റെ കറിയാണ്. പിന്നെ ചിക്കൻ നഗറ്റ്സ്, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോറിനോണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കഴുത്തിൻ്റെ മുകളിലൊക്കെ കയറി എന്നാണ് ഗൈസ് കാണുന്നത്. ഇനിയാണ് ഏറ്റവും വലിയൊരു കുറുമ്പ് കാണിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം ഞാൻ ഇതാണ്ട് പുറത്ത് വന്ന് ഇരുന്നപ്പോൾ അതേ വരുന്ന ഗൈസ് ഒരു തൊപ്പിക്കെട്ട ഒരാൾ കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കണ്ട ഗൈസ് തൊപ്പിക്കെട്ട് വരുന്നുണ്ട്. വന്നിട്ട് അറിഞ്ഞിട്ടുള്ളൂ ഒറ്റ തട്ട് കഴിച്ച് പോകുന്നു കേട്ടോ. ഫോൺ ബാധിച്ച് സോഫയിലേക്കാണ് വീണത്. അതിനോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ ഫുള്ളും അടി പൊട്ടിച്ചേനെ. എന്നിട്ട് അത് വീട്ടിൽ അടുത്ത കുഴപ്പത്തിലാണ് കേസ് കളിക്കുന്നത്. ഓരോ എക്സ്പ്രഷൻസ് ആണ് അവൾ കണ്ടോ. അതാ നോക്കിയേ, പൊപ്പിയൊക്കെ കിട്ടിയൊരു കേസ് അങ്ങനെ നടക്കുകയാണ്. എന്താ ആർക്കറിയാം കേസ് എന്താ ഇങ്ങനെയൊക്കെ കളിക്കുന്ന. അവൾ കുറച്ച് അവളുടെ കൂടെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കൂടിയാണ് ഇന്ന്. കാരണം അവളൊക്കെ ഉണ്ടെങ്കിൽ കേസ്, അവളില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ ഉറങ്ങിയ പോലത്തെ ഒരു ഫീലാണ് കേസ്. അവളെ ഞാൻ എൻ്റെ ആകെയുള്ള എൻ്റർടൈൻമെൻറ്റ്. പിന്നെ എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ നമ്മുടെ സോഫേൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഇതാണ് കേസ്. അവൾ
ഉണ്ടോ അതാ നോക്കിയേ, ആ ചാർജർ വെച്ചിട്ട് മേക്കപ്പ് ഇട്ട് കളിക്കണം അവൾ. അതായത് ലിപ്സ്റ്റിക്ക് ഇടുന്ന പറഞ്ഞിട്ട് ചാർജർ വെച്ച് കളിക്കുകയാണ് ഗേസ്. ഞാൻ ഒക്കെ പറഞ്ഞിട്ട് ഒന്നും കേൾക്കില്ല. അവൾ ചാർജർ വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ ചാർജർ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഗേസിൻ്റെ വെച്ചിട്ട് ഇതാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്.